ഹായ് എവരി വൺ, വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. നമ്മളെ കീം എക്സാം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഏത് കോളേജ് ചൂസ് ചെയ്യണം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കാസർഗോഡ് ജില്ലയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളാണ് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അവിടെ ഓരോ കോളേജിലുള്ള ഫെസിലിറ്റീസും അവിടുത്തെ പ്ലേസ്മെന്റും അവിടെ കഴിഞ്ഞ പ്രീവിയസ് ആയിട്ട് കുട്ടികൾ, അതായത് നിങ്ങളുടെ സീനിയേഴ്സ് ഏതൊക്കെ ബാച്ചിൽ എത്ര റാങ്ക് കിട്ടിയവരാണ് കയറിയിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലുള്ള കോളേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫസ്റ്റ് ആയിട്ട് വരുന്ന കോളേജ് LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാസർഗോഡാണ്. ഓക്കെ, കോളേജ് ഒരു കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു കോളേജാണ്. കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് അല്ല, CAPന്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. അതായത് കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ് വരുന്നത്. പിന്നെ 1993 അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ലൊക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു 12 കിലോമീറ്റർ ഉള്ളൂ, ബാംഗ്ലൂരിൽ നിന്ന് ഒരു 75 കിലോമീറ്റർ. ഓക്കെ, കോളേജിന്റെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. കോണ്ടാക്ട് നമ്പർ. NBA അക്രഡിറ്റഡ് കോളേജാണ്, KTUവിന്റെ അണ്ടറിലുള്ള കോളേജാണ്. ഓക്കെ, KTUവിന്റെ അണ്ടറിലുള്ള NBA അക്രഡിറ്റഡ്, നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള കോളേജാണ്. ഓക്കെ, കോളേജിന്റെ ക്യാമ്പസിന്റെ ഫോട്ടോഗ്രാഫ്സ് ആണ് തന്നിട്ടുള്ളത്. ഉണ്ടോ, നല്ല അടിപൊളി ഗ്രൗണ്ട്സും അല്ല, അതൊക്കെ നിങ്ങൾക്ക് അവരുടെ കോളേജിന്റെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്സിൽ നോക്കി കഴിഞ്ഞാലൊക്കെ കോളേജിന്റെ ഫോട്ടോസും സാധനങ്ങളും കിട്ടും. ഒരു കൊള്ളാവുന്ന ഒരു 4-5-6 ഫോട്ടോസ് ഞാൻ എന്ത് ചെയ്താണ് ഇവിടെ മെൻഷൻ ചെയ്താണ് കേട്ടോ. ഇനി അവിടെ ഉള്ള ബ്രാഞ്ചുകൾ, ആ ബ്രാഞ്ചിൽ എത്രത്തൊക്കെ സീറ്റുകൾ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് അവിടെ 180 സീറ്റ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 60 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് 60 സീറ്റ് ഉണ്ട്. ആൻഡ് IT ഇൻഫർമേഷൻ ടെക്നോളജിക്ക് 60 സീറ്റ് ഉണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം, ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം എന്ന് പറഞ്ഞ ബ്രാഞ്ചിന് 60 സീറ്റ് ഉണ്ട്. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് AI ആൻഡ് ഡാറ്റ സയൻസിനും 60 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 600 സീറ്റ് ഉണ്ട്. അതായത് നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ബാച്ചിൽ 600 സ്റ്റുഡൻസ് ഉണ്ടാവും എന്നർത്ഥം. നിങ്ങളെ ബാച്ച് ഉദ്ദേശിച്ചത് എൻ്റെ ഇയറിൽ 600 സീറ്റ് ഉണ്ടാവും, 600 സ്റ്റുഡൻസ് ഉണ്ടാവും എന്നർത്ഥം. ഓക്കെ, അവിടെ അഡ്മിഷൻ കീം വഴിയാണ് അഡ്മിഷൻ, അതായത് ഇപ്പൊ എഴുതാൻ പോയി നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുള്ള കീം എക്സാം വഴിയാണ്. അതേപോലെ മാനേജ്മെന്റ് സീറ്റും NRI സീറ്റും ഉണ്ട് അവിടെ. പിന്നെ കട്ട് ഓഫ് 2025, അതായത് ലാസ്റ്റ് ഇയറിൽ അവിടെ വന്ന കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗിന് ഞാൻ സ്റ്റേറ്റ് മെറിറ്റ് ആണ് പറയുന്നത്, അല്ലാതെ യവ മുസ്ലിം SC ആൻഡ് EWS ഇവരെ ഇതും സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് മെറിറ്റിന്റെ മേലോട്ട് ആയിരിക്കും മിനിമം ഉള്ളത്, സ്റ്റേറ്റ് മെറിറ്റിലായിരിക്കും. അതിന്റെ മേലോട്ടായിരിക്കും എന്താ റിസർവേഷൻ കാറ്റഗറി വരിക. ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗിന് 47,950, 47 to 48K റാങ്ക് ഉണ്ടെങ്കിൽ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടും. പക്ഷെ കമ്പ്യൂട്ടർ സയൻസ് കിട്ടണമെങ്കിൽ 18,600, ഒരു 18 മുതൽ 20ന്റെ ഉള്ളിൽ, മാക്സിമം 18,000ന്റെ ഉള്ളില് എന്ത് കിട്ടുള്ളൂ, അവിടെ കിട്ടുള്ളൂ. ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷന് 17,705 ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ തവണ പോയത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് 32,969 ആയിരുന്നു. ഇൻഫർമേഷൻ ടെക്നോളജിക്ക് 33 സംതിങ് ആയിരുന്നു. ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 36,000 സംതിങ്. ഇത്രയും റാങ്കിലുള്ളവരാണ് അവിടെ കിട്ടുക. പിന്നെ നമ്മുടെ റിസർവേഷൻ അനുസരിച്ച് നമുക്ക് മാറും. ഓക്കെ, അപ്പൊ ഇതൊരു ബേസിക് ഐഡിയ ആണ്. നിങ്ങളെ റാങ്ക് എവിടെ വന്ന് നിൽക്കുന്നത്, ആ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കോളേജുകളിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ റാങ്ക് എന്തിനെ സൂചിപ്പിക്കുന്നു വെച്ചാൽ നിങ്ങളുടെ മുന്നേ ഉള്ള സ്റ്റുഡൻസ് ഇതുപോലെ കോളേജുകളെ സെർച്ച് ചെയ്ത്, കാരണം സെർച്ച് ചെയ്ത് ആര് അവിടെ പോകുന്നതിനനുസരിച്ചാണ് ഈ റാങ്ക് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മളും നല്ല കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് കോളേജിന്റെ ഇൻഫ്രാസ്ട്രക്ചറും കൂടി നോക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. വെറും ലാസ്റ്റ് റാങ്ക് മാത്രം നോക്കി പോവാതിരിക്കാനും വേണ്ടിയിട്ട്. അവിടുത്തെ ഒരു ഫീസ്, ഒരു ആനുവൽ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് ഒരു 88,000 to 90,000 ആ റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ, അതിൽ തന്നെ എന്തുള്ളതുണ്ട്, അവിടെ മെറിറ്റിൽ കയറുന്നവർക്ക് കുറച്ച് ഫീസ് കുറയുന്ന സ്റ്റേജ് ഉണ്ട്. ലോവർ ഫീസിലും അവിടെ എന്തുണ്ടാവും, സീറ്റ്സ് ഉണ്ടാവും. കാരണം CAPന്റെ കീഴിലായതുകൊണ്ട്, കോസ്റ്റ് ഷെയറിംഗ് കോളേജ് ആയതുകൊണ്ട് തന്നെ ഫീസ് കുറഞ്ഞ സ്കെയിലും അവിടെ ഉണ്ടാവും. ഓക്കെ, അത് ഇതൊരു ആവറേജ് ആണ്. ഇയർ ടു ഇയർ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഒരു ആവറേജ് ഒരു ഐഡിയ തരാനും വേണ്ടി എഴുതിയെന്നുള്ളൂ. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ 52 ഏക്കർ കോളേജാണ്. ഓക്കെ, 52 ഏക്കർ കോളേജാണ്. സെൻട്രൽ ലൈബ്രറി, ഡിജിറ്റൽ ലൈബ്രറി,
സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി, AICT ഐഡിയ ലാബ് ഉണ്ട്, ഹോസ്റ്റൽ, ബസ് സർവീസ്, ATM, സ്റ്റുഡൻറ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫാബ് ലാബ് ഫെസിലിറ്റി. ഫാബ് ലാബ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. സ്കിൽ ഡെലിവറി പ്ലാറ്റ്ഫോം. ഇത്തരത്തിലുള്ള എന്തുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെന്നാണ് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ലബോറട്ടറികളുടെ കുറച്ച് ഫോട്ടോസ് ആണ്. മെഷീൻ ലാബ്, മെഷീൻ ടൂൾ ലാബ്സ്, തെർമൽ എഞ്ചിനീയറിംഗ് ലാബ്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ലാബ്, ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ലാബ്, കമ്പ്യൂട്ടർ ലാബ്, അങ്ങനെ കാര്യങ്ങളൊക്കെ. ലബോറട്ടറീസ് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും അവരുടേതായ ലബോറട്ടറീസ് ഉണ്ടാവും. അല്ലാതെ ഇവിടെ എന്ത് പറയുന്നുണ്ട്, ഫാബ് ലാബും ഐഡിയ ലാബ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ, നമ്മൾ ഐഡിയകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ മാത്രമുള്ള എക്സ്ട്രാ വരുന്ന ലാബുകൾ അവിടെ ഉണ്ട്. പ്ലേസ്മെന്റ് സമ്മറി. അവിടുത്തെ ഹയസ്റ്റ് സാലറി പാക്കേജ് പോയിട്ടുള്ളത് 10 LP ആണ്. 10 LP എന്ന് പറഞ്ഞാൽ 10 lakhs per annum. ഒരു വർഷം 10 ലക്ഷം കിട്ടുന്ന രീതിയിൽ, അതായത് ബിലോ 1 lakh മന്ത്ലി ഒരു 80 to 83 ആ റേഞ്ചിലൊക്കെ സാലറി കിട്ടുന്ന ഹയസ്റ്റ് സാലറി പോയിട്ടുള്ളത്. ആവറേജ് സാലറി പാക്കേജ് എന്ന് പറഞ്ഞാൽ 4 to 5 LP ആണ്. ഓക്കെ, 4 to 5 LPയിൽ ആണ് ആവറേജ്, അതായത് 4 മുതൽ 5 ലക്ഷം രൂപ വരെ ആനുവലി കിട്ടുന്ന ഇതാണ് ആവറേജ് സാലറി വന്നിട്ടുള്ളത്. ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് മൈൻട്രി വന്നിട്ടുണ്ട്, വിപ്രോ, ഇൻഫോസിസ്, EY, ടാറ്റ ലെക്സി, കൊഗ്നിസന്റ് വന്നിട്ടുണ്ട്, പൂർണ്ണം ഇൻഫോവിഷൻ, UST ഗ്ലോബൽ, ഫെഡറൽ ബാങ്ക്, കാപ്ജെമിനി, IBM, ഫ്ലൈറ്റ് TXT, HSBC ബാങ്ക് ആണ്, നെസ്റ്റ് ഡിജിറ്റൽ വന്നിട്ടുണ്ട്, ICICI ബാങ്ക് വന്നിട്ടുണ്ട്, സൺടെക്, ഇതാണ് ഏഗിൾ സിസ്റ്റംസ്, ക്വസ്റ്റ് ഗ്ലോബൽ. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു സോർട്ട് ഓഫ് കമ്പനീസ് വന്നിട്ടാണ് അവരുടെ വെബ്സൈറ്റിൽ, അതായത് LBSന്റെ വെബ്സൈറ്റിൽ അവർ ക്ലെയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ലാത്ത പ്ലേസ്മെന്റ് ഉണ്ട്. ഓക്കെ, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് എന്താ നോക്കാം. അവിടെ IEDC സെല്ലുണ്ട്, ഇന്നോവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെല്ലുണ്ട്. ആക്ട് ദ പ്രൈമറി എഞ്ചിൻ ഫോർ ടേണിംഗ് സ്റ്റുഡൻസ് ഐഡിയ ഇൻ ടു സ്റ്റാർട്ടപ്പിനും അതിനൊക്കെ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിനൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള IEDCന്റെ സെല്ല് അവിടെ എന്തുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐഡിയ ലാബ് ഉണ്ട്, എ ഫെസിലിറ്റി ഡെഡിക്കേറ്റ് ടു ഫോസ്റ്ററിങ് ക്രിയേറ്റിവിറ്റി ആൻഡ് ടെക്നിക്കൽ സ്കിൽ ഇതാക്കാനും വേണ്ടിയിട്ടുള്ള ഐഡിയ ലാബ് ഉണ്ട്. IEEEന്റെ സ്റ്റുഡൻസ് ബ്രാഞ്ച് ഉണ്ട്. 2014 IEEEന്റെ സ്റ്റുഡൻസ് ബ്രാഞ്ച് അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ത്രൂ വർക്ക്ഷോപ്സ്, ആക്കത്തോൺസ് വിത്ത് IEDC ടു പ്രൊമോട്ട് കൾച്ചർ ഓഫ് ഇന്നോവേഷൻ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെൽ ഉണ്ട്, കോർഡിനേറ്റ്സ് റിസർച്ച് ആക്ടിവിറ്റി അക്രോസ് ഡിപ്പാർട്ട്മെന്റ് എയിമിംഗ് ടു എൻഹാൻസ് ടെക്നോളജി ഫോർ സൊസൈറ്റൽ നീഡ്സ് ആൻഡ് പ്രൊമോട്ട് പബ്ലിക്കേഷൻ ആൻഡ് സെക്യൂർ എക്സ്റ്റേണൽ ഫണ്ടിങ് ഒക്കെ ആക്കാൻ വേണ്ടി R&D സെല്ലുണ്ട്. ഓക്കെ, കൂടാതെ എക്സ്റ്റേണൽ റെക്കഗ്നീഷൻ, ദ കോളേജ് വാസ് സെലക്ടഡ് ടു ഹോസ്റ്റ് ദ IEDC സബ്മിറ്റ് 2025 ബൈ ദ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ IEDC സബ്മിറ്റ് നടന്നത് എവിടെയായിരുന്നു, LBS എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. ഓക്കെ, കൂടാതെ ഫെസ്റ്റ്, കോളേജിലത്തെ ഫെസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെസ്റ്റുകളൊക്കെ ഉള്ള കോളേജ് ആകുമ്പോൾ നമുക്ക് കളർഫുൾ ആവും നമ്മളെ കോളേജ് ലൈഫ്. ഓക്കെ, അവിടുത്തെ ഫെസ്റ്റ് എക്സിമസ് എന്ന് പറഞ്ഞ ഫെസ്റ്റ് നടക്കാറുണ്ട്. ഇതിന്റെ കുറച്ച് ഫോട്ടോസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിദ്യുത് 2023 ദീപാവലി സെലിബ്രേഷൻസ്, ആർട്സ് ഫെസ്റ്റ്, ദിജിലി, ബിരിയാണി ഫെസ്റ്റ്, ഫുഡ് ഫെസ്റ്റ്, അങ്ങനെ അവിടെ നടക്കുന്ന ഫെസ്റ്റിന്റെ കുറച്ച് ഫോട്ടോസ് ഇൻക്ലൂഡ് ചെയ്തതാണ്. ഓക്കെ, കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റുഡൻസ് ലൈഫ് ആൻഡ് ക്ലബ്സ്, അവിടെ IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, ഫ്ലോസ് ക്ലബ്. ഫ്ലോസ് ക്ലബ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇന്റേണൽ ഉള്ളിൽ നടക്കുന്ന ഏതെങ്കിലും ക്ലബുകളായിരിക്കും. ഓക്കെ, റോഡ് ആൻഡ് സേഫ്റ്റി ക്ലബ്, ആർട്സ് ക്ലബ് ആൻഡ് സ്പോർട്സ് ക്ലബ്. FLOSS ക്ലബ് അത് എന്താണെന്നുള്ളത് നോക്കണം. ഓക്കെ, അടുത്ത് കോളേജിനെ പറ്റിയിട്ടുള്ള ഒരു ഗൂഗിൾ റിവ്യൂസ് ആണ് പറയുന്നത്. റോസ് ക്ലബ് എന്ന് പറയുന്നത് അവരുടെ ഒരു ടെക്നിക്കൽ ഇവന്റ്സും സാധനങ്ങളൊക്കെ നടത്തുന്ന ഒരു ക്ലബാണെന്നാണ് പറയുന്നത്. ഷോ ദ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ആസ് അക്കാദമിക് ടൂളിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്ലബ്ബ്. അത് അവര് ഉള്ളില് എന്താണ് ഉള്ളില് ഫോം ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബാണ്. ഓക്കെ,
അതിന്റെ റിവ്യൂ LBS എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റി റിവ്യൂ കൊടുത്തിട്ടുള്ളത് ഇതാ പ്ലേസ് ദർ ആർ 60 സ്റ്റുഡൻസ് ഇൻ ഈച്ച് ക്ലാസ്. ഐ ആം ഹാവിംഗ് fee of 35,000 rupees per year. Infosys, Cognizant, TCS, etc. recruiting company that come to college every year, mainly recruiting for engineering role. Infrastructure have nice faculty members who provide all help in the syllabus and exams. Okay. അത് ഞാൻ പറഞ്ഞല്ലോ ഈ ഡോക്യുമെന്റ് ഞാൻ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ കൂടെ ഷെയർ ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ബാക്കിയുള്ള ഇത് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ റിസർച്ച് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. നിങ്ങൾ എന്തൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴോ എന്ത് സർവീസ് ഉപയോഗിക്കുമ്പോഴോ നമ്മൾ എന്തായാലും എന്റെ റിവ്യൂ നോക്കല്ലോ. ഞാൻ 2 റിവ്യൂ ജസ്റ്റ് എടുത്തിട്ടെന്നുള്ളൂ. നിങ്ങൾക്ക് ആ കോളേജാണ് സൂട്ടായി വരുന്നുണ്ടെങ്കിൽ പിന്നെ കോളേജിനെ പറ്റി നിങ്ങൾ റിസർച്ച് ചെയ്യണം. കാരണം നിങ്ങളുടെ 4 കൊല്ലം അവിടെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എന്താ പറയാ കരിയറിന്റെ ഇതിലോട്ടുള്ള സെറ്റിംഗും വരുന്നത് അവിടെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ കരിയർ തുടങ്ങാൻ പോകുന്ന അവിടെ ആയതുകൊണ്ട് തന്നെ ആ കോളേജിനെ പറ്റിയും കോളേജിന്റെ ഡീറ്റെയിൽസിനെ പറ്റിയും ഒക്കെ നിങ്ങളും അവെയർ ആയിരിക്കണം. ഓക്കെ, പണ്ട് നിങ്ങളെ സ്കൂളിൽ ചേർത്തത് നിങ്ങളുടെ തീരുമാനത്തിലായിരിക്കുമല്ലോ, പേരൻസിന്റെ തീരുമാനത്തിലായിരിക്കും. ഇത് നിങ്ങൾക്ക് നിങ്ങളെ തീരുമാനത്തിന് ചെയ്യാൻ പറ്റും. നിങ്ങൾ ടീമിന്റെ റാങ്ക് അനുസരിച്ച് നിങ്ങൾ മുന്നേ ഫാസ്റ്റിൽ ചെയ്തിട്ടുള്ള കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് കോളേജിൽ വരെ പോകാന്നുള്ളത്. അപ്പൊ ആ കോളേജ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി ബാക്കപ്പ് ആയിട്ടുള്ള റിസർച്ച് നിങ്ങൾ നടത്തണം. നിങ്ങളെ കോളേജിൽ ചേരാൻ പോകുന്നുണ്ട് എന്നുള്ള ഇതിൽ നിങ്ങൾക്ക് റിസർച്ച് നടത്താം. ഓക്കെ, കോളേജസ് ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഗുഡ് പ്ലേസ്മെന്റ് ഫോർ CS ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കുട്ടി അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഇനി അടുത്ത കോളേജ് നോക്കാം. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജാണ് നോക്കുന്നത്. അതും CAPയുടെ അണ്ടറിൽ വരുന്നതാണ്. ഏത് തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ്. ഓക്കെ, ഇത് 2000-ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. CAPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ കേരളത്തിന്റെ തന്നെ എന്താണ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അതിന്റെ കീഴിലാണ് ഏത് വരുന്നത്, കോളേജ് വരുന്നത്. 2000-ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ചീമേനിയാണ് കോളേജ് ഉള്ളത്. ഓക്കെ, NAC അക്രഡിറ്റഡ് ആണ്, വിത്ത് A ഗ്രേഡ് ഉണ്ട്. NAC അക്രഡിറ്റഡ് വിത്ത് A ഗ്രേഡ് ഉള്ള കോളേജാണ്. ക്യാമ്പസിന്റെ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ആണ്. അത്യാവശ്യം നല്ല ക്യാമ്പസ് ആണ്. നോക്കണ്ടോ, ഇതാണ് ക്യാമ്പസ് വരുന്നത്. ക്യാമ്പസിന്റെ ബിൽഡിങ്സ്, ഫെസിലിറ്റീസ്, എൻട്രൻസ്, ഗ്രൗണ്ട്സ്. ഓക്കെ, അവിടുത്തെ ബ്രാഞ്ചസുകൾ നോക്കാം. അവിടെ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, 60 സീറ്റ് ഉണ്ട്. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 120 സീറ്റ് ഉണ്ട്. ഓക്കെ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 120 സീറ്റ് ഉണ്ട് കേട്ടോ. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസിന് 60 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 480 സീറ്റാണ് തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിലുള്ളത്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂരിലുള്ളത്. ഓക്കെ, അടുത്തത് അവിടുത്തെ അഡ്മിഷൻ ഇതുപോലെ തന്നെ കീം വഴിയും മാനേജ്മെന്റ് വഴിയും NRI സീറ്റ് വഴിയും എന്താണ് ഫില്ലാവും. ഓക്കെ, കീം വഴി മെറിറ്റ് സീറ്റ് വഴി കയറും, അല്ലാതെ മാനേജ്മെന്റ് സീറ്റ് വഴി കയറുന്നവരുണ്ടാവും. അതേപോലെ NRI സീറ്റ് വഴി. കീം വഴി കയറുന്നവരുടെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗിന് 54,000 സംതിങ് ആയിരുന്നു കട്ട് ഓഫ് വന്നത്, സ്റ്റേറ്റ് മെറിറ്റ്. ഓക്കെ, ബാക്കിയുള്ളൊക്കെ ഇതിന്റെ മുകളിലോട്ടായിരിക്കും കേട്ടോ, എന്തായാലും മുകളിലോട്ടായിരിക്കും. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 23K ആയിരുന്നു വന്നിരുന്നത്. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 30K വേണം. ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് 49K ആണ് എന്ത് വന്നത്, സ്റ്റേറ്റ് മെറിറ്റ് വന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പുതിയതായിട്ട് തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ അതിന് എന്തില്ല, എത്രയാണ് വരിക എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പുതിയ ബ്രാഞ്ചാണ്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസിനും പുതിയ ബ്രാഞ്ചാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പഴയ എന്തില്ല, സീറ്റ് എത്രയൊന്നും കൊടുത്തിട്ടില്ല. അവിടുത്തെ ഫീസും ഏകദേശം 88,000 കാണിക്കുന്നുണ്ട്. 88,000 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസ്, അതിൽ തന്നെ ലോവർ മെറിറ്റ് ഫീസ് ഉള്ള കോളേജുകളും മീൻസ് ഈ കോളേജിൽ എന്തുണ്ടാവും, മെറിറ്റ് തന്നെ ലോവർ ഫീസ് ഉള്ള കേസും ഉണ്ടാവും, ഹയർ ഫീസ് ഉള്ള കേസ് ഉണ്ടാവും. കുറച്ച് പേർക്ക് ലോവർ ഫീസിൽ കിട്ടും. അത് നിങ്ങളുടെ കീം റാങ്കിനനുസരിച്ചാണ് കിട്ടുക. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് 25 ഏക്കറാണ് കോളേജിന്റെ ക്യാമ്പസ് വരുന്നത്.
മറ്റേടത്ത് നമ്മൾ പറഞ്ഞിരുന്നു 52 ഏക്കർ ആയിരുന്നു, ഇത് 25 ഏക്കറാണ് വരുന്നത്. സെൻട്രൽ ലൈബ്രറി ഉണ്ട്, സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്. സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി മീൻസ് നമ്മുടെ കമ്പ്യൂട്ടർ ലാബാണ് ഉദ്ദേശിച്ചത്. ആൻഡ് ലാബ്സ് ആൻഡ് വർക്ക്ഷോപ്പ്, സ്കിൽ ഡെവലപ്മെന്റ് സെൽ ഉണ്ട്, സെമിനാർ ഹാൾ ആൻഡ് ഓഡിറ്റോറിയം ഉണ്ട്, NPTEL ലോക്കൽ ചാപ്റ്റർ ഉണ്ട്. NPTEL എന്ന് പറഞ്ഞാൽ ഓൺലൈൻ കോഴ്സ് ചെയ്യുന്ന IITന്റെ ഒക്കെ ഓൺലൈൻ കോഴ്സിന്റെ ആർക്കും നമുക്ക് ഡിജിറ്റലായിട്ട് ചെയ്യുന്ന സാധനമാണ്. അതിന്റെ അവിടെ ലോക്കൽ ചാപ്റ്റർ അവിടെ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, ക്യാൻറ്റീൻ ആൻഡ് കോപ്പറേറ്റീവ് സ്റ്റോർ ഉണ്ട്. ഓക്കെ, സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്റർ IEDസിന്റെ കീഴിൽ വരുന്നതാണ്. സ്കിൽ ഡെലിവറി പ്ലാറ്റ്ഫോം കേരള എന്ന് പറഞ്ഞ സെന്റർ ഉണ്ട്. ഓക്കെ, ലബോറട്ടറി, സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി, മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബിന്റെ ഒക്കെ ഫോട്ടോസ് സൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ പ്ലേസ്മെന്റ് സമ്മറി എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് സാലറി പോയിട്ടുള്ളത് 7.5 LP ആണ്. ഹയസ്റ്റ് സാലറി പോയിട്ടുള്ളത് 7.5 ലക്ഷം പെർ ആനം ആണ്. ആൻഡ് ആവറേജ് സാലറി 3 LP ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ വന്നിട്ടുള്ള കമ്പനികൾ TCS വന്നിട്ട് വിപ്രോ, ഇൻഫോസിസ്, EY, ടാറ്റ എലക്സി, സോഹോ, കൊഗ്നിസന്റ്, HCL, വെർട്ടുസ, പൂർണ്ണം ഇൻഫോവിഷൻ, സ്പൈഡേഴ്സ്, ആദിത്യ ബിർള, അൾട്രാടെക്, ടെക് മഹീന്ദ്ര, റിലയൻസ്, എക്സാവെയർ, ക്രോസ്കോപ്പ്, ITC, ഇൻഫോടെക്, മൈൻട്രി, ഇത്രയും കമ്പനികൾ അവിടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ഓക്കെ, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ IEDസിന്റെ സെല്ലുണ്ട്. ഓക്കെ, IEDസിന്റെ സെല്ല് ഞാൻ പറഞ്ഞല്ലോ, ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് ഇന്നോവേഷൻ ആൻഡ് ഓണ്ടർഷിപ്പ് സെല്ലാണ് under the Kerala Startup Mission, and workshops, regular events such as intellectual property IPR workshop to help students protect their ideas. Hackathons നടക്കാറുണ്ട്. Hosting event like Obscura for hand-on problem solving and skill development. Departmental initiatives ഉണ്ടാവാറുണ്ട്. Association like Byteforge, CSE organize event and incubation cell exist at the ഡിപ്പാർട്ട്മെന്റ് ലെവലിൽ പരിപാടികൾ നടക്കാറുണ്ട്. ഇൻഡസ്ട്രി കൊളാബറേഷൻസ് ഉണ്ട്. MOU വിത്ത് ഇൻഡസ്ട്രീസ് ഹെൽപ്പ് ഓർഗനൈസ് ഓണ്ടർപ്രണർഷ്യൽ പ്രോഗ്രാംസ് നടത്താനും വേണ്ടിയിട്ട് ഇൻഡസ്ട്രീസുമായിട്ട് എന്തുണ്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. IEEEയുടെ ഒരു ചാപ്റ്റർ ഉണ്ട്, റെക്കഗ്നൈസ്ഡ് സ്റ്റുഡൻസ് ചാപ്റ്റർ ദാറ്റ് കണ്ടക്ട് സ്കിൽ എൻറിച്ചിങ് പ്രോഗ്രാം ഒക്കെ നടക്കുന്ന ഒരു IEEE ചാപ്റ്ററും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഫെസ്റ്റുകൾ, ടെക്നിക്കൽ ആൻഡ് കൾച്ചറൽ ഫെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ 2025 ഒരു ഓട്ടോ ഷോ നടന്നിട്ടുണ്ട്, ഇൻക്വ ആൻഡ് ഞങ്ങളങ്ങോട്ട് ഒരു പാർട്ടി നടന്നിട്ടുണ്ട്, ഫെയർവെൽ പാർട്ടി നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ അതേ ടെക് ഫെസ്റ്റിന്റെ കീഴിൽ നടന്നിട്ടുള്ളതാണ്. അഞ്ജു ജോസഫ് ഒക്കെ വന്നിട്ടുള്ള ഒരു പരിപാടി. ആൻഡ് ഫ്രഷേഴ്സ് പാർട്ടി നടക്കാറുണ്ട്. ഫ്രഷേഴ്സ് ഡേ ചാപ്റ്റർ 1 കോളേജ് യൂണിയന്റെ പരിപാടികൾ നടക്കാറുണ്ട്. ഓക്കെ, ചെറിയ രീതിയിലുള്ള എന്തുകൊണ്ട് ഫെസ്റ്റുകളൊക്കെ അവിടെ നടക്കാറുണ്ട്. അവിടെ IEEE ഉണ്ട്, IEDs ഉണ്ട്, NSS ഉണ്ട്, ഒഡീസ ഫിലിം ക്ലബ് ഉണ്ട്, ആർട്സ് ക്ലബ് ഉണ്ട്, സ്പോർട്സ് ക്ലബ് ഉണ്ട്. ഓക്കെ, കൂടാതെ റിവ്യൂ ഓഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂർ പ്ലേസ്മെന്റ് അറൌണ്ട് 40 സ്റ്റുഡൻസ് 15 ആൾക്കാർ പ്ലേസ്മെന്റ് അവരുടെ കോളേജ്. ടോപ്പ് റിക്രൂട്ടിംഗ് കമ്പനി വിപ്രോ, TCS ആയിട്ടുള്ള ഫസ്റ്റ് ഗ്ലോബൽ, അതായത് സോഫ്റ്റ്വെയർ കമ്പനീസ് ആണ് വന്നിട്ടുള്ളത്. ഗുഡ് ലൈബ്രറി, ഓൾ ലാബ്സ് ആർ ഗുഡ് ഫെസിലിറ്റീസ് ഇൻ കോളേജ് കണ്ടക്ട് ഹിയർ ഫെസ്റ്റ് ആൻഡ് ഇവന്റ്സ്. ഫെസ്റ്റും ഇവന്റ്സുകളും കുറവാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ബെറ്റർ ക്യാമ്പസ്, ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് പ്ലേസ്മെന്റ് ഫാക്കൽറ്റീസിനൊക്കെ പറ്റിയിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. റിവ്യൂസ് 2024 റിവ്യൂ ആണ്, ഇത് കുറച്ച് പഴയ റിവ്യൂ ആണ്. ഓക്കെ, പുതിയ റിവ്യൂകളൊക്കെ നോക്കാം. ഓക്കെ, അടുത്ത കോളേജ് KMCT ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് കാസർഗോഡ്. KMCTയുടെ അണ്ടറിലുള്ള KMCT ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് ആണ് അടുത്തത്. ഇത് 2025 എസ്റ്റാബ്ലിഷ് ചെയ്തത്. കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ കോളേജാണ്. കാസർഗോഡ് എവിടെയാണ്? മുണ്ടോട്, നിയർ ദ KCA സ്റ്റേഡിയത്തിന്റെ അടുത്താണ് കോളേജ് ഇരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ മീൻസ് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ കോളേജാണ്, ബാക്കിയുള്ള ഒന്നുമില്ല. KTNന്റെ അണ്ടറിൽ അഫിലിയേഷൻ ചെയ്തേ ഉള്ളൂ, അക്രഡിറ്റേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. ന്യൂ കോളേജ് വേറെ ഒരു ഇൻഫർമേഷൻ അവൈലബിൾ ആയിരിക്കില്ല, കാരണം എന്താണ്, ആരും പഠിക്കുന്നില്ല. ഇക്കൊല്ലം തുടങ്ങിയ കോളേജാണ്. കോളേജിന്റെ ക്യാമ്പസ് ആണിത്. ഓക്കെ, ഇതാണ് കോളേജ് ക്യാമ്പസ് വരുന്നത്. കോളേജ് ക്യാമ്പസിന്റെ ഫോട്ടോസ് മീൻസ് ഓക്കെ. BTechന്റെ അവിടുത്തെ ബ്രാഞ്ചുകൾ എന്ന് പറഞ്ഞാൽ അവിടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ്സ് ഉണ്ട്.
കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റത്തിന് 60 സീറ്റ് ഉണ്ട്. ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് ഒരു 60 സീറ്റ് ഉണ്ട്. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് ഒരു 30 സീറ്റ് ഉണ്ട്. ടോട്ടൽ 270 സീറ്റ്സ് ആണ് ഉള്ളത്. അതായത് ഇതൊരു കമ്പ്യൂട്ടർ സയൻസിന്റെ ബ്രാഞ്ചുകൾ മാത്രമേ ഉള്ളൂ. കൂടാതെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒരു 30 സീറ്റുള്ള ഒരു കോളേജാണ്. ഓക്കെ, അവിടെ അഡ്മിഷൻ നടക്കുന്നത് കീം, മാനേജ്മെന്റ് ആൻഡ് NRI ഈ ഫോർമാറ്റിലാണ്. അതായത് കീമിന്റെ റാങ്ക് വെച്ചിട്ടും മാനേജ്മെന്റ് കോട്ട വെച്ചിട്ടും NRI വെച്ചിട്ടാണ്. ബാക്കിയുള്ള ഒരു ഡീറ്റെയിൽസും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുതിയ കോളേജാണ്. അപ്പൊ നമ്മൾ 3 കോളേജാണ് നോക്കിയത്. ഒന്ന് LBS എഞ്ചിനീയറിംഗ് കോളേജ്, വളരെ പഴക്കമുള്ള കോളേജ് തന്നെയാണ്. 30 കൊല്ലം 33 കൊല്ലം പഴക്കമുള്ള കോളേജാണ്. 1993 ഉണ്ടാക്കിയ നല്ല കോളേജാണ്. ഓക്കെ, പിന്നെ വരുന്നത് തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജാണ്. അതും കുഴപ്പമില്ല, കാസർഗോഡ് ജില്ലയിൽ പിന്നെ വരുന്നത്. പിന്നെ മൂന്നാമത്തെ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ റീസെന്റ് ഉണ്ടാക്കിയിട്ടുള്ള KMCTയുടെ അണ്ടറിലുള്ള KMCT ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ്. ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് കാസർഗോഡ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ജില്ലയിലത്തെ കോളേജുകൾ ഏതാന്ന് അടുത്ത വീഡിയോയിൽ നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.